ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ധനവാന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇന്ന് ധനവാന്മാരായാൽ കോടിക്കണക്കിന് രൂപ സ്വത്തും വകയുമുള്ളവരാണെങ്കിൽ എല്ലാം നേടിയെന്നുള്ള സഞ്ചടത്തോടെ ആശ്വസിച്ചിരിക്കുകയാണ്. അതിനൊരു മറുമരുന്നാണ് പറഞ്ഞു തരുന്നത്. അതിനൊരു മറുവാക്യമാണ്. ഇന്ന് കോടീശ്വരന്മാർക്ക് ആരെയും പേടിക്കേണ്ട, ഭയക്കേണ്ട, എല്ലാം തികഞ്ഞെന്നുള്ള മട്ടിലാണ് നിൽപ്പ്. അതിനൊരു ഉദാഹരണം പറയാം. ധനവാനായ ഒരു മനുഷ്യന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും വകയും ഉണ്ടായിട്ട് വസ്തുവകളെല്ലാം കൃഷി ചെയ്ത് നെല്ലും ഗോതമ്പും സകല കൃഷി സാധനങ്ങളും കൂടെ വിളഞ്ഞ് ഗോഡൗണുകളെല്ലാം നിറഞ്ഞ്, പാണ്ടികശാലയും ഗോഡൗണുകളെല്ലാം നിറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലോറിക്കണക്കിന് സാധനം വാരിക്കൂട്ടി ഇട്ടുകൊണ്ട് തന്നെത്താൻ തന്നെ പറഞ്ഞു ആനന്ദിക്കുക, തിന്നുക, കുടിക്കുക എന്ന് തന്നെത്താൻ മതിമറന്ന അഹങ്കാരത്തോടെ പറഞ്ഞു. അപ്പോഴാണ് ദൈവത്തിൻ്റെ വിളി വരുന്നത്. മൂടാ, ഈ രാത്രിയിൽ ഇന്ന് നിൻ്റെ പ്രാണനെ നിന്നോട് ഞാൻ ചോദിക്കും. പിന്നെ നീ ഈ ഒരുക്കി വെച്ചത് ആർക്കാകുന്നു എന്ന്. അന്ന് രാത്രി തന്നെ ഇത്രയും കോടീശ്വരനായ ആൾ മരിക്കുകയാണ് ചെയ്തത്. അതിന് ദൈവം പറയുന്നത്, ദൈവത്തിന് അവനവന് തന്നെ നീക്കി വെച്ച് ദൈവ മുമ്പാകെ സമ്പന്നനാകാതെ അവനവൻ തന്നെ നീക്കി വെച്ചാലുള്ള ഗുണമാണ് ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര സ്വത്തും വകയും കോടികളുണ്ടെങ്കിലും ഇല്ലാത്തവർക്ക് കൂടെ അതിൻ്റെ ഒരു ദാനം കൊടുക്കണം. ദാനധർമ്മങ്ങൾ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കരുതി വച്ചേക്കുന്നതിൻ്റെ ഇരട്ടി കൂടുതൽ സകലതും ഒരു രാത്രി കൊണ്ട് നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് അനുഭവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് സ്വത്തും വകയും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാതെ ഇല്ലാത്തവർക്ക് കൂടി കൊടുക്കുക. എങ്കിലേ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ സമ്പന്നനാകാതെ തനിക്ക് തന്നെ എല്ലാം ഒരുക്കി വെച്ചാൽ എൻ്റെ പ്രാണൻ പോയി കഴിഞ്ഞാൽ ആർക്കാകും ഇത്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ. എല്ലാവർക്കും നന്ദി. ഇനിയൊരു ഗാനം കേൾക്കാം. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനീശുവേ, ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരുമീ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.